ആരോഗ്യ മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ്സുകാർ ഒരു സമരം നടത്തിയത് സമര നാടകമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആരോഗ്യ മേഖല ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നാം നമ്പറായിട്ട് ഞങ്ങളാരുമല്ല ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേരളമാക്കി മാറ്റിയത് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം തന്നെയാണ്. കഴിഞ്ഞ മാസം എൻ്റെ മകനെയും കൊണ്ട് ഞാൻ SAT ഹോസ്പിറ്റലിൽ 7 ദിവസമാണ് കിടന്നത്. എനിക്കവിടെ ആകെ ചിലവായത് ഒരു ഓഫീസ് വർക്കിൻ്റെ ഒരു 50 രൂപയാണ് ചിലവായത്. ഏറ്റവും വില കൂടിയ ആൻറ്റിബയോട്ടിക്സ് അടക്കം 3 നേരം ഡോക്ടർമാർ അവൻ്റെ ബെഡിൽ വന്ന് നോക്കി അങ്ങേയറ്റത്തെ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ചികിത്സയാണ് എൻ്റെ മകന് ലഭിച്ചത്. ഇവിടുത്തെ ഡോക്ടേഴ്സും ഇവിടുത്തെ ചികിത്സ എല്ലാം സൂപ്പറാണ്. എമർജൻസി വന്ന് ഇവിടെ വരാൻ ഇവിടെ വരുന്നതിന് നമുക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് എല്ലാം നല്ല രീതിക്ക് ചെയ്യും. ആരോഗ്യ മേഖലയും മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ പോലുള്ള രോഗികൾ പോകുന്നത്. പണ്ടത്തെക്കാളും നല്ല നിലവാരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടേഴ്സ് ആയിരുന്നാലും നമ്മൾ സപ്പോർട്ടീവാണ് എല്ലാവരും. നമുക്ക് അത്രയും നല്ല രീതിക്ക് നിൽക്കുന്നത്. இதில் ரொம்ப நல்லாவே இருக்கு, ரொம்ப நல்லா இருக்கு. நீட்னஸ்ல ரொம்ப நல்லா இருக்கு, கேரிங்லையும் நல்லா இருக்கு. டாக்டரும் ஓகே, உள்ள ஸ்டாஃபும் ஓகே. நான் நாகர்கோயிலில் வந்து நிறைய காசு தீர்த்துட்டு தான் இங்கே வந்தப்பறம் பரவாயில்ல. ട്രീറ്റ്മെൻറ്റിനും എപ്പോഴും നമുക്ക് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർ എപ്പോഴും അവിടെ ഉണ്ടാവും. നല്ല അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വീണ ജോർജ് നല്ല രീതിയിൽ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ ക്ലിയറാക്കുന്നു. ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളെല്ലാം നല്ലതാണ്, നല്ല മെച്ചത്തിലാണ്.